ജെയ്മിൻസ് 2024 ഫെബ്രുവരി ഫസ്റ്റ് ഷിഫ്റ്റിലെ നമ്മുടെ ഷിഫ്റ്റ് 1-ലെ 21ാമത്തെ ചോദ്യം, നമ്മുടെ സെക്ഷൻ ബി സ്റ്റാർട്ട് ചെയ്യുന്ന ചോദ്യമാണ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിൽ നമ്മുടെ സ്ട്രെയിറ്റ് വയർ മൂലമുണ്ടാകുന്ന നമ്മുടെ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബേസിൽ ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് ചോദ്യമാണ്. നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് വയർ മൂലം ഒരു പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന ബേസ്ഡ് ഓൺ ആംഗിളിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ തന്നെ ഞാൻ ആദ്യമേ എഴുതാം. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് വയർ നമ്മൾ പഠിച്ചിരുന്നു. B is equal to μ0I by 4πa into sin phi1 plus sin phi2. And ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. എ റെഗുലർ പോളിഗൺ ഓഫ് 6 സൈഡ്സ് ഹെക്സഗൺ ആണ് ഈസ് ഫോംഡ് ബൈ ബെൻഡിങ് എ വയർ ഓഫ് ലെങ്ത് 4π മീറ്റർ. 4π മീറ്റർ ഉള്ള വയറിനെ ബെൻഡ് ചെയ്തൊരു ഹെക്സഗൺ ഫോം ചെയ്തു. If an electric current of 4π√3 ampere is flowing through the sides of the polygon, the magnetic field at the center of the polygon would be x into 10⁻⁻⁷ Tesla. The value of x is എന്നാണ് ചോദ്യം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഹെക്സഗൺ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓരോരോ സ്ട്രെയിറ്റ് വയറുകളാണ്. ഓരോന്നിൻ്റെ നീളം എന്നാലോചിക്കുക, മൊത്തം 4π മീറ്റർ ആണ്. അങ്ങനെ എത്ര സൈഡുകളാക്കി മാറ്റി? 6 സൈഡുകൾ. അപ്പോൾ ഓരോ സൈഡിൻ്റെ നീളം 4π/6 ആണ്. ഉറപ്പായിട്ടും 6 ഡിവിഷൻ നമുക്കറിയാം. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ ഇതിന് ഇങ്ങനെ കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നും 60 ഡിഗ്രി ആണ് എന്നതും നിങ്ങൾക്കറിയാം. ദിസ് ഈച്ച് ആംഗിൾ ഈ 60 ഡിഗ്രി എന്നറിയാം. ഓക്കെ, ഞാനിവിടുന്ന് ഓരോ ആംഗിളും 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്ട്രെയിറ്റ് വയർ എന്ന് വിചാരിക്കുക. ദിസ് ഈസ് മൈ സ്ട്രെയിറ്റ് വയർ. ഇതാണ് എൻ്റെ സ്ട്രെയിറ്റ് വയർ. ഇതാണ് ഡിസ്റ്റൻസ് എ എന്ന് പറയുന്ന എൻ്റെ ഇക്വേഷനിലെ ഈ ഡിസ്റ്റൻസ് ആയ എ ഇതാണ്. ദിസ് ഈസ് സ്ട്രെയിറ്റ് വയർ ആൻഡ് മൊത്തം ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇത് ബൈസെക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ 30 എന്ന് എഴുതാം. സോ ഈസിലി ഈ പോയിന്റിലേക്ക് ഇവിടുന്ന് 30 ഡിഗ്രി, ഇവിടുന്ന് 30 ഡിഗ്രി. അപ്പോൾ 5-1 കിട്ടി, 5-2 കിട്ടി, വിച്ച് ഇസ് ഓഫ് കോഴ്സ് 30 ഡിഗ്രിയാണ്. ഇങ്ങനെയാണ് ഓരോ സൈഡുകളുടെ കേസ് എടുത്താലും. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ദൂരം എടുത്തു, അവിടെയും 30 തന്നെയാണ്. ഈ വയറിൻ്റെ എടുത്താലും 30 ആണ്. ഈ വയറിൻ്റെ എടുത്താലും 30 ആണ്. ഈ വയറിൻ്റെ എടുത്താലും 30 ആണ്. എന്ന് വെച്ചാൽ ഒരു വയർ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ 6 വയർ മൂലം ഉണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 6 ചെയ്താൽ മതി എന്നർത്ഥം. സോ 6 × μ0I by 4πa into sin phi1 plus sin phi2 ആണ് ഇവിടുത്തെ റെഗുലർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതേ ഉള്ളൂ ഇവിടുത്തെ ടാസ്ക്. ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിലെ പോർഷൻ മാത്രം എടുക്കുകയാണ്. ഓക്കെ, റെഗുലർ ആണ്, നിങ്ങൾക്കറിയാം. ഇതെല്ലാം 60 ഡിഗ്രി റെഗുലർ ആയതുകൊണ്ട് തന്നെ ആംഗിൾ എല്ലാം സെയിം ആണ്. ഈ ഡിസ്റ്റൻസും എത്ര തന്നെയായിരിക്കും. ഈ ഡിസ്റ്റൻസും എല്ലാം എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇത് 4π/6 ആണെങ്കിൽ ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസും എന്ത് തന്നെയായിരിക്കും? 4π/6 ആയിരിക്കും. ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് 30 ഡിഗ്രിയാണ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വേണ്ടത് ഈ സൈഡാണ്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ് കമ്പോണൻ്റ് ആണ്. അല്ലെ, ആംഗിൾ ഉള്ള സൈഡാണ് നമ്മുടെ അതിൻ്റെ കോസ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡ് കണ്ടുണ്ടെങ്കിൽ നമുക്കറിയാം 4π/6 ഇൻറ്റു cos 30 ആണെന്നറിയാം. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ഡയറക്റ്റ് സൈഡിൻ്റെ നീളം എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ്? 4π/6 cos 30 അല്ലെങ്കിൽ 4π/6 ഇൻറ്റു cos 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ചെയ്യാം. 6 ഇൻറ്റു μ0/4π എന്ന് പറഞ്ഞാൽ 10⁻⁻7 ആണ്. കറണ്ട് I തന്നിട്ടുണ്ട് 4√2 ആണ്, 4√3. എയുടെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 4π/6 ഇൻറ്റു √3/2 എന്ന് കിട്ടി. sin phi1 പ്ലസ് sin phi2 എന്ന് പറയുന്നത് sin 30 പ്ലസ് sin 30. റേഡിയനിൽ എഴുതാം. sin π/6 പ്ലസ് sin π/6 എന്ന് വരും. 4π√3 ഉണ്ടായിരുന്നു കേട്ടോ കറണ്ടിൻ്റെ വാല്യൂ. 4π√3യും 4π√3യും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഉള്ളതൊരു 6. ഈ 6 മുകളിലേക്ക് പോകുമ്പോൾ ഒരു 6, 2 മുകളിലേക്ക് പോയി, ഇൻറ്റു 10⁻⁻7 sin 30 പ്ലസ് sin 30. sin 30 1/2 ആണ്. അടുത്ത sin 30 1/2 ആണ്. അപ്പോൾ 1/2 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇൻറ്റു 1 എന്ന് കൊടുക്കാം. 12 × 6 72 എന്ന് ആൻസർ വരും. 72 × 10⁻⁻7 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 72 × 10⁻⁻7 ടെസ്ലയാണ് ഇവിടുത്തെ ശരി ഉത്തരം. സോ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എക്സിൻ്റെ വാല്യൂ 72 ആണെന്ന് പറയാം. സോ 72 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു.